ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ലിറ്റിൽ തിങ്സ് മാറ്റർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ഷാപ്പിലെ ഞണ്ട് കറിയാണ്. വരൂ, നമുക്ക് തുടങ്ങാം. കഴുകി വൃത്തിയാക്കിയ ഞണ്ടുകൂട്ടം വരെ ചട്ടിയിലാക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നന്നായി ഞണ്ട് വേവിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കൊരു ചെറിയ കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തുടർന്ന് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതിലേക്ക് ചേർക്കുക. തുടർന്ന് ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഈ 3 കൂട്ടുകളും ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി അതൊരു 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലവണ്ണം കൂട്ടി യോജിപ്പിച്ച ശേഷം പതിയെ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ ഞണ്ട് വേവിക്കാൻ തുടങ്ങാം. അങ്ങനെ അടച്ചു വെച്ച് നമ്മുടെ ഞണ്ട് കറി പാകമാവട്ടെ. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഞണ്ട് കറി ഉണ്ടാവുക. ഇപ്പോൾ നമ്മളതിലേക്ക് ചേർത്ത കൂട്ടുകളെല്ലാം അതിൽ യോജിച്ച് നല്ലൊരു പരുവത്തിലായിട്ട് ഇപ്പോൾ നമ്മുടെ ഞണ്ട് കറി സെറ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഞണ്ട് ഏകദേശം തിളച്ച് ഒരു 1/4 ഭാഗം വേവോടുകൂടി നമ്മൾ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. തുടർന്ന് മറ്റൊരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന മൂത്ത് വരുന്ന ഒരു മണമുണ്ട്, അതിനൊരു പ്രത്യേക സ്മെല്ലാണത് അല്ലേ. ഇനി ഇത് നന്നായിട്ട് മൂത്ത ശേഷം, അതായത് വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും പച്ചക്കുത്തൊക്കെ മാറിയ ശേഷം നമ്മളതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാളയാണ്. ഇത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ഇനി ഈ സവാളയൊക്കെ വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പൊടിക്കൈയാണ് കുറച്ച് ഉപ്പ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ സവാള വഴണ്ട് കിട്ടുന്നതായിരിക്കും. സവാളയൊക്കെ വഴണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 1/2 ടീസ്പൂൺ വറ്റൽ മുളക് അത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി നമ്മൾ ഇതിൽ യോജിപ്പിക്കുന്നു. തുടർന്ന് നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും. ഗ്രേവിക്ക് മാത്രം ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു 3 തണ്ട് വേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുക. എപ്പോഴും വേപ്പിലയൊക്കെ വീട്ടിലുണ്ടായ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഞണ്ട് ആദ്യം വേവിച്ചപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയിലും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. സോ പേരിന് മാത്രം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് യോജിപ്പിച്ച് ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം തക്കാളി ഒരു പകുതി വേവായ ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ചെറിയ കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ചെറിയ കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നന്നായിട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെക്കുകയാണേ. അങ്ങനെ നമ്മുടെ ഗ്രേവി കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തള വന്ന ശേഷം നമ്മുടെ 1/4 ഭാഗം വെന്തിരിക്കുന്ന ഞണ്ടിലേക്ക് ഈ ഗ്രേവി കൊട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ യോജിച്ച് ഒന്നുകൂടെ നമ്മൾ വേവിക്കാൻ വെക്കണം. അങ്ങനെ നമ്മുടെ ഞണ്ടും ഗ്രേവിയും നന്നായി കൂട്ടി യോജിപ്പിച്ച് ഇപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയിൽ ഞണ്ട് കിടക്കുന്നൊരു പ്രതീതിയാണുള്ളത്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ് അല്ലേ. അങ്ങനെ നമ്മുടെ ഞണ്ടും ഗ്രേവിയും ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. നല്ല രീതിയിൽ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറ് ആയിട്ട് വരും ഇതിൻ്റെ ഗ്രേവിയുടെ നിറം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഞണ്ട് കറി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ്. ഈ സമയത്ത് ഞങ്ങളുടെ എമക്കുട്ടനും ഞങ്ങളോടൊപ്പം ഞണ്ട് കറി വയ്ക്കാൻ വന്നായിരുന്നു കേട്ടോ.
ആൻഡ് ഇതാണ് ഞങ്ങളുടെ ഞണ്ട് കറിയുടെ ഫൈനൽ ലുക്ക്. ആൻഡ് ഞങ്ങളിത് ചോറിലൊഴിച്ച് നല്ലൊരു പിടുത്തം പിടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും. ഓക്കെ, ബൈ.